അതല്ല പറയുന്നത് കഥകള് എന്താ പറയാൻ പറ്റാത്ത കഥയാ പറയണ്ടല്ലേ. അപ്പൊ തന്നെ ആകെ കണ്ണൊക്കെ അപ്പൊ തന്നെ പറഞ്ഞാലോന്ന് പറഞ്ഞപ്പോ തന്നെ കണ്ണ് ഫുള്ള് കലങ്ങിക്കണ്. അപ്പൊ നമ്മളാ കഥ ഞാൻ പറയാനായിട്ടോ വൻ കോൺഫിഡൻസിൽ മനുഷ്യന്മാരാകുമ്പോ ഉണ്ടാവും. ഇനിയിപ്പോ എന്താ അങ്ങനെയല്ല നിങ്ങൾക്കില്ലേ നമ്മക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ ആ കോൺഫിഡൻസ് ഒക്കെ പോയി. ഓക്ക് മനുഷ്യന്മാരനെ കാണണതേ തല്ലി തല്ലി. പിന്നെ ഒരു കഥ നമ്മൾ പബ്ലിക്കാക്കാൻ ശ്രമിക്കണില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ പൂള് പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുക്കപ്പം ഇതാണ് ഇവിടുത്തെ പൂള്. 0.5 ഇട്ടാൽ മതി, 0.5 ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പൂള് വരുന്നത്. സീൻ ലുക്ക് കേട്ടോ, പ്രോപ്പർട്ടി ഒന്നും പറയാല്ല. വൺ ഓഫ് ദ ബെസ്റ്റ്. ഞങ്ങൾ പോയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടി ഇട്ടാ, കിടിലം പ്രോപ്പർട്ടി. ഇവിടെ നമ്മളെ റൂംസ് വരുന്നത് ഫുള്ള് ഇവിടെ ഇട്ടാ. ഇതിൻ്റെ മേലയിൽ ഫസ്റ്റത്തെ റൂം നമ്മളെന്നല്ല ഒരു ചെറിയ കുട്ടിനെ കളിപ്പിച്ചിട്ടുള്ളൊരു വീഡിയോ എല്ലാവരും കണ്ടു കാണും, ധ്രുവ് എന്ന് പറഞ്ഞിട്ടുള്ള ചെക്കനെ. അപ്പോൾ ഓരോ ഫാമിലിയാണ്. പിന്നെ നമ്മൾ 3 റൂംസിലായിട്ട് അങ്ങനെ നിന്നത്. പിന്നെ ഇവിടെ വേറെ റൂംസിലാണ് ഇങ്ങനത്തെ, അതായത് ബാലിയിലൊക്കെ ഉള്ള പോലത്തെ റൂംസ് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒന്നും പറയാല്ല. ഇങ്ങനെ വട്ടത്തിൽ നോക്കിയാൽ കേരളത്തിൻ്റെ ബാലി, സീസ്കേപ്പ് കണ്ണൂർ. പിന്നെ ഇവരൊക്കെ എല്ലാരും മൂത്തതാണ്. അസറുന്റെ മൂത്താണ്, ഇവ മൂത്താണ്, അർഷ് മൂത്തതാണ്, ഷാനു മൂത്തതാണ്. പിന്നെ ആരൊക്കെയാ മൂത്ത്? അച്ചു മൂത്തതാണ്, നബീലിന്റെ മൂത്തതാണ്. എത്ര വയസ്സ്? എനിക്ക് 25. എനിക്കെത്ര വയസ്സ്? മൂത്തതൊന്നല്ല, ഇജാണ് എന്റെ മൂത്ത്. ഡിസംബർ അല്ല അല്ലാതെ ഡിസംബർ, ഞാൻ സെപ്റ്റംബർ, ഒക്ടോബർ. 2 മാസത്തിന് മാറ്റുള്ളൂ ഞാനും ജൂൺ. മൂത്തല്ലേ? 2 മാസത്തിന് വ്യത്യാസം കേട്ടോ. സമപ്രായക്കാരാണ് ഞാനും നബീലും. അതെ, ഈക്വൽ. അസറൂനോ? എനിക്ക് 27 കഴിഞ്ഞു. ഞാൻ പറയാം, ഏട്ടനെ കാത്തിക്കണ്ട. കല്യാണം നോക്കണം പറഞ്ഞു കൊറേ. ഇവനെന്താ വെച്ചാല്, നബീലിന് എന്താ വെച്ചാല് ഏട്ടനുണ്ട്. അപ്പൊ ഏട്ടൻ MBBS കഴിഞ്ഞിപ്പം നോക്കിക്കൊണ്ടിരിക്കണം, കെട്ടണില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ നോക്കണം. പണ്ട് എന്തേലും നോക്കണ്ടോ? കണ്ണൂർ സൈഡിൽ നിന്ന് അവിടെ കണ്ണൂർ സൈഡിൽ നിന്ന് ഒരാൾ നോക്കണ്ടോ? ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ. പറഞ്ഞൂടെ പോ, അനക്കിഷ്ടായി. ഒറിജിനൽ സ്വഭാവം കുറച്ച് വന്നിട്ടോ, ഹീറ്റായി. ഞാനൊന്നും പറയാൻ പറ്റില്ലേ. ആടാ, ക്യാമറ ഓണാകുമ്പോ ഒരു പാവായിട്ട് മാറും. ആ ഇല്ല, ഓൻ പാവാണ്. ഓന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതാ. കെട്ടുകയാണെങ്കിൽ കണ്ണൂരിന്ന് കെട്ടാന്നുള്ള. ഭക്ഷണമൊക്കെ നല്ലതാണല്ലോ, വിഭവസമൃദ്ധമായ സൽക്കാരം. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കല്ലുമ്മക്കായി ഇവിടെ നിന്നിനി അല്ലേ? കല്ലുമ്മക്കായി കണ്ണൂരും കാസർഗോഡിന്റെയും ബോർഡർ പയ്യന്നൂര്, നാദാപുരവും പേരാമ്പ്രവും. കൊയിലാണ്ടി അല്ല, നാദാപുരം അല്ലെ പേരാമ്പ്രയോ ലാസ്റ്റ് ബോർഡർ. കോഴിക്കോട് എന്റെ അല്ല, വടകരമല്ലേ? കോഴിക്കോട് എന്റെ വടകരയാണ്. പിന്നെ മാഹിക്ക് കണ്ണൂര് അല്ലേ? കൊട്ടിയൂര് കണ്ണൂര് പെടുവാ. അന്ന് കൊട്ടിയൂര് 2 കുട്ടികളെ കണ്ടില്ലേ നീ? അവര് കണ്ണൂരാന്ന് നമ്മള് കൊട്ടിയൂര് പോന്നാന്ന് പറഞ്ഞില്ലേ? കൊട്ടിയൂര് എന്ന് പറഞ്ഞ അമ്പലം 2 കുട്ടികളോട് സംസാരിച്ചില്ല മോന്. അപ്പൊ അത് കൊട്ടിയൂര് കണ്ണൂരിൽ പെടൂല്ലോ. കൊട്ടിയൂര് കൊറേ തക്കോട്ടായില്ലേ? അതേപോലെ. അപ്പൊ നമ്മള് ചെക്കന്മാരെല്ലാരും അമ്മമാന്റെ കൂടെ 5 മിനിറ്റ് ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ ആരായിയാണ്. യൂത്തിന്റെ പൾസും മമ്മിയും നോക്കി അറിയുകയാണ് എങ്ങോട്ടാണ് യൂത്ത് പോണത്, കാര്യങ്ങൾ പോണത് എന്നുള്ളത്. അപ്പോൾ പുറത്ത് വിടണ്ടാത്ത കഥ ഇനി പുറത്ത് വരുമോ എന്ന് ആലോചിച്ചിട്ട് ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ് നബീല്. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കുറച്ച് അടിക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ കടലിൻ്റെ അടുത്തുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇന്നലെ നമ്മൾ മാച്ച് കണ്ടു. അപ്പോൾ അർജൻറ്റീന
സ്വപ്ന തുല്യമായ കംബാക്ക്, അതായത് തിരിച്ചു വരവിനൊരു പര്യായമുണ്ടെങ്കിൽ അത് അർജന്റീനയാണെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം ലാസ്റ്റത്തെ 2 മത്സരം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫിഫൻ്റെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കളിയാക്കിയെങ്കിലും ലാസ്റ്റ് മത്സരത്തിൽ അതിൻ്റെ മുമ്പത്തെ മത്സരത്തിനൊന്നും എനിക്കൊപ്പം നിൽക്കണ പോലെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഈജിപ്തിൻ്റെ മത്സരം ഓക്കെ ഫൈൻ, പക്ഷേ ഇന്നലത്തെ മത്സരമൊക്കെ റഫറി എനിക്ക് തോന്നുന്നു ഈക്വൽ ആയിട്ടാണ് എല്ലാം ആ റഫറി ഡീൽ ചെയ്തിരുന്നത്. പക്ഷെ എന്നാലും എന്താ ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് എനിക്ക് രണ്ടോ കാരണം എനിക്ക് പറയാനുണ്ടാവുമല്ലോ. അല്ല, ഞാൻ മിനിഞ്ഞാന്നത്തെ കളി കണ്ടപ്പോൾ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞു ഈ കളി വെച്ചാണ്ട് അർജന്റീന കപ്പടിക്കാനുള്ള ടീമൊന്നുമില്ല പറഞ്ഞു. അത് ഞാൻ തിരുത്തി പറയാണ്. ഇന്നലത്തെ കളി നമ്മൾ കളിയായിട്ട് പറയും, അത് കളിച്ചിങ്ങനെ തന്നെ പറയും. ഒരു രക്ഷയില്ലാത്ത കളി അർജന്റീന കഴിഞ്ഞാല് ലെവല് മാറി പോവാണ്. ഇന്നലെ കളിച്ച കളിയാണെങ്കിൽ അർജന്റീന കപ്പടിക്കാൻ അർഹത ഉണ്ട്. എന്താ പറയുക, സ്പെയിൻ അതറിഞ്ഞു. ഇനി നമുക്ക് എന്താ അൺപ്രഡിക്റ്റബിൾ മാച്ചാണ് ഇനി വരാൻ പോണത്. കാരണം ഇന്നലെ അർജന്റീന പുറത്തെടുത്ത പ്രകടനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം. അർജന്റീനന്റെ ആരാധകർ വരെ അർജന്റീന അങ്ങനെ കളിക്കും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്ര ടോപ്പ് കളി, ഒന്നും പറയാല്ല. സൂപ്പർ സൂപ്പർ അല്ലേ? കളി കഴിഞ്ഞിട്ട് 2 മണിക്കും ബസ്സിൽ ഇറങ്ങിയത് 4:30. 2.5 മണിക്കൂർ ബാത്റൂമിൽ പോയി ഇന്നലെ കളി കഴിഞ്ഞത് 2:30ക്കും ബാസിൽ ഉറങ്ങിയത് 4:30. നോക്കിയപ്പോ ഉണ്ട് ബാത്റൂമിന്റെ ഉള്ളിൽ മറ്റേ പിന്നെ എന്തിനാ കണ്ണൊക്കെ ചോന്ത് വന്നീനെ ഇന്നലെ. ഞാൻ ഇറങ്ങിയതോ? ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞത് അർജന്റീന ജയിക്കും, ഷുവർ ഷോട്ട് വിന്ന്. അഫീഫ്, ഈച്ചു, ഈ നബീലും ഇവനാണ് മെയിൻ ആയിട്ട് നിന്നുണ്ട്. ബാത്റൂമിൽ ഒന്നിട്ട് ഊരെ പോയി. നബീലേ, ഇതിന്റെ ബാത്റൂമിൽ ഒന്നിട്ടില്ലാന്നും കൂടി പറയും. സ്ലിപ്പായത് എങ്ങനെ? ഞാൻ ഒറ്റക്ക് പോയി സ്ലിപ്പായി വീണോ? എന്റെ ഡോർ തള്ളിക്കാണ്ട് മറിച്ചിട്ടൊക്കെ നിങ്ങള് കൊടുക്കുമ്പോ ഒന്ന് ഓനതാ പറഞ്ഞത്, ക്യാമറന്റെ പുറത്ത് നിങ്ങൾ വിചാരിച്ച ആളെ അല്ലാന്ന്. ബാത്റൂമിന്റെ വാതില് ഞാൻ അങ്ങോട്ട് തള്ളിപ്പിടിച്ച, ഓല് 3 ആൾ ഇങ്ങോട്ട് തള്ളിപ്പിടിച്ച, എന്നിട്ട് ഓല ഒന്നായിട്ടും തള്ളിയപ്പോ സ്ലിപ്പായിട്ട് അടിച്ചു വീണു, ഊരടിച്ചു വീണു ബാത്റൂമില്. അതാണെങ്കിൽ മറ്റേ സ്ലാബും മറ്റേ മൂർച്ചുള്ള സ്ലാബും അത് കുത്തി വീഴ. ഏത് ടീം? 6 ടീം?